ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു തക്കാളി റൈസ് ഉണ്ടാക്കാം. അതിന് ആദ്യം ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. അത് ആദ്യം ഒരു 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒരു പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് സ്പൈസസ് എല്ലാം ചേർക്കുക. ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായി വഴറ്റുക. ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കുക. നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ചൂടായതിന് ശേഷം നന്നായി ചൂടായിട്ടാകുമ്പോൾ മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോൾ നന്നായി തക്കാളി വെന്തുടഞ്ഞ് കിട്ടും. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം ഇതിനകത്ത് നമ്മൾ പൊടികൾ ചേർക്കണം. പക്ഷേ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അത് വിട്ടുപോയതാണ്. അപ്പോൾ അതിനകത്ത് പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വേണം, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ഉണ്ട്. അതെല്ലാം കൂടെ ഇതിനകത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1.5 ഗ്ലാസ് കൈമാ റൈസ് അതിലെടുക്കണം. കൈമാ റൈസ് 1.5 ഗ്ലാസ് എടുത്തിട്ട് ഈ മാറ്റി വെക്കുക. അപ്പോൾ വെന്ത തക്കാളിയിലേക്ക് നമുക്ക് ചൂടുവെള്ളം, തിളപ്പിച്ച ചൂടുവെള്ളം വേവിനനുസരിച്ച് അളവിനനുസരിച്ച് ഒഴിക്കണം. ഞാൻ ഇപ്പോൾ 1.5 ഗ്ലാസ് കൈമാ റൈസാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഒരു 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിനകത്ത് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം അരി കഴുകിയിടുക. അരി കഴുകിയിട്ട് ഒന്ന് നന്നായി ഇളക്കി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കണം. ചെറിയ തീയിൽ വെന്തതിന് ശേഷം ഒരു 10 മിനിറ്റ് 10-12 മിനിറ്റ് വേവണം. 10-12 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി തക്കാളി റൈസ് കിട്ടും. വെന്തതിന് ശേഷം നമ്മളതിൻ്റെ മേലെ കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് ചെറിയ തീയിൽ 2 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം അത് തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുമ്പോഴേക്ക് നല്ല ചൂടായ തക്കാളി റൈസ് കിട്ടും. അതിൻ്റെ മേലെ 1 സ്പൂൺ നെയ്യ് തൂവണം പ്രത്യേകമായിട്ട്, അപ്പോഴേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.